മമ്മൂട്ടിയുടെ പുതിയ തമിഴ് ചിത്രമായ പേരൻപിന് നല്ല അഭിപ്രായമാണ് ലഭിക്കുന്നത്. മമ്മൂട്ടിയുടെ മികച്ച അഭിനയ മുഹൂർത്തങ്ങൾ ചിത്രത്തിലുണ്ട് എന്നാണ് പ്രേക്ഷകർ വിലയിരുത്തുന്നത്. കഴിഞ്ഞ ദിവസം തമിഴിലെ ഒരു അവാർഡ് പരിപാടിയിൽ മമ്മൂട്ടി പങ്കെടുത്തിരുന്നു. നടന്മാരായ ശിവയും സതീഷുമായിരുന്നു പരിപാടിയുടെ അവതാരകർ. സാർ സ്നേഹത്തോടെ നോക്കുമ്പോഴും ദേഷ്യത്തോടെയാണ് ഇരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചു ഭയത്തോടെയാണ് സാറിന്റെ മുന്നിൽ നിൽക്കുന്നത്. ഇങ്ങനെയൊരു ആമുഖം നൽകിയാണ് ശിവ തന്റെ ചോദ്യങ്ങളുമായി മമ്മൂട്ടിയുടെ മുന്നിലേക്ക് എത്തിയത്. എന്തുകൊണ്ടാണ് സാർ തമിഴ് സിനിമയിൽ നിന്ന് 10 വർഷം ഇടവേള എടുത്തത്? ശിവയുടെ ചോദ്യത്തിന് മമ്മൂട്ടിയുടെ രസകരമായ മറുപടി ഇതായിരുന്നു: ഈ ചിത്രത്തിനായാണ് ഞാൻ 10 വർഷം കാത്തിരുന്നത്. 40-45 വയസ്സുള്ള കഥാപാത്രത്തെയാണ് ഞാൻ പേരൻപിൽ അവതരിപ്പിക്കുന്നത്. 10 വർഷത്തിന് ശേഷം അഭിനയിക്കണമെന്ന് തീരുമാനിച്ചതിൽ ഇതും ഒരു ഘടകമാണ്. വയസ്സിലേക്ക് എത്താൻ വേണ്ടിയാണ് ഇത്രയും വർഷങ്ങൾ കാത്തിരുന്നത്. മമ്മൂട്ടിയുടെ രസകരമായ മറുപടികൾ കയ്യടികളോടെയാണ് പ്രേക്ഷകരും സിനിമാ പ്രവർത്തകരും ഏറ്റെടുത്തത്. പ്രേം നസീർ കഴിഞ്ഞാൽ ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ച നായകനാണ് മമ്മൂട്ടി. പ്രേം നസീറിന് ശേഷം മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഡബിൾ റോൾ ചെയ്ത രണ്ടാമത്തെ നടൻ മമ്മൂട്ടിയാണ്. 16ഓളം തമിഴ് സിനിമകളിൽ നായകനായ ഒരേ ഒരു മലയാളം താരമാണ് മമ്മൂട്ടി. സ്വന്തം ഭാഷയിലല്ലാതെ അഭിനയിച്ച് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടുന്ന ഏക നടൻ മമ്മൂട്ടിയാണ്. ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും അധികം പുതുമുഖ സംവിധായകരുടെ പ്രഥമ ചിത്രത്തിൽ അഭിനയിച്ച നായകൻ മമ്മൂട്ടിയാണ്. സ്ത്രീകൾ അഭിനയിച്ചിട്ടില്ലാത്ത ആദ്യ മലയാള സിനിമയാണ് മമ്മൂട്ടിയുടെ മതിലുകൾ. മമ്മൂട്ടിയുടെ ആദ്യ നായിക അഞ്ജലി നായിഡു അന്യഭാഷക്കാരിയാണ്. മേള എന്ന സിനിമയിലായിരുന്നു അഞ്ജലി നായിഡു മമ്മൂട്ടിയുടെ നായികയായത്. മമ്മൂട്ടിയുടെ കൂടെ ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിൽ നായികയായത് സീമയാണ്. 38 സിനിമകളിലാണ് മമ്മൂട്ടി സീമ ജോഡി ഒരുമിച്ച് അഭിനയിച്ചത്. മമ്മൂട്ടിയുടെ മകളായും കാമുകിയായും അമ്മയായും അഭിനയിച്ച ഒരേ ഒരു അഭിനേത്രി തമിഴ് താരം മീനയാണ്. മലയാളത്തെ കൂടാതെ മമ്മൂട്ടിയുടെ കൂടെ അന്യഭാഷയിൽ ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിൽ അഭിനയിച്ച നടി ശോഭനയാണ്. 3 അന്യഭാഷ ചിത്രങ്ങളിലാണ് മമ്മൂട്ടിയുടെ കൂടെ ശോഭന അഭിനയിച്ചത്. മലയാളത്തിൽ പാട്ടുകളില്ലാത്ത ഏറ്റവും കൂടുതൽ ഹിറ്റ് സിനിമകൾ മമ്മൂട്ടിയുടെ പേരിലാണ്. മമ്മൂട്ടി ആദ്യമായി മൊട്ടയടിച്ചത് നിറക്കൂട്ട് എന്ന ചിത്രത്തിന് വേണ്ടിയാണ്. ഏറ്റവും കൂടുതൽ മമ്മൂട്ടി ചിത്രങ്ങൾ സംവിധാനം ചെയ്തത് സംവിധായകൻ ജോഷിയാണ്. 33 സിനിമകളാണ് മമ്മൂട്ടിയെ നായകനാക്കി ജോഷി ഒരുക്കിയത്. മമ്മൂട്ടി ചിത്രങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ തിരക്കഥ ചമച്ചത് ഡെന്നിസ് ജോസഫാണ്. 23 മമ്മൂട്ടി ചിത്രങ്ങൾക്ക് വേണ്ടി ഡെന്നിസ് ജോസഫ് തിരക്കഥയൊരുക്കിയിട്ടുണ്ട്. മമ്മൂട്ടിയുടെ ആദ്യ സിനിമ അനുഭവങ്ങൾ പാളിച്ചകൾ ഒരു സാഹിത്യ കൃതിയായിരുന്നു. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.